ഗാന ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, വിശ്വാസ സമൂഹമായി അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ അണയുന്നു. ഗാനാലാപന ശുശ്രൂഷ, സുവിശേഷ സന്ദേശം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കുന്ന സ്വർഗീയ നിമിഷമായി അവിടുന്ന് രൂപപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കൺവെൻഷൻ ഗീതങ്ങളിൽ 93-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ഈ വർഷം പാഠപുസ്തകത്തിൽ പുതിയതായി നമ്മൾ ചേർത്തിരിക്കുന്ന ഗാനമാണ് നാഥ തിരുരൂപത്തെ കണ്ടുണർന്നിടുവാൻ ദർശന ഭാഗ്യമേകും എന്നുള്ള ഗാനം. കൺവെൻഷൻ ഗീതങ്ങളിൽ 93-ാമത്തെ ഗീതം.
കൺവെൻഷൻ ഗീതങ്ങളിൽ 41-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ദൈവത്തോടു കൂടെ എന്നുള്ള ഗാനം. കൺവെൻഷൻ ഗീതങ്ങളിൽ 41-ാമത്തെ ഗീതം.
38 ഗീതം. പ്രാർത്ഥിപ്പിൻ ഫലമുണ്ട്. കൺവെൻഷൻ ഗീതങ്ങളിൽ 38 ഗീതം.
കൺവെൻഷൻ ഗീതങ്ങളിൽ 28ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. ഈ വർഷം പുതിയതായി നമ്മൾ ചേർത്ത ഗാനമാണ്. കൺവെൻഷൻ ഗീതങ്ങളിൽ 28ാമത്തെ ഗീതം, നന്മകളെല്ലാം നീ നൽകും ദാനം, എൻ ജീവനും നിന്റെ ദാനം എന്നുള്ള ഗാനം.
ശുശ്രൂഷ കഴിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി യോഗത്തിൻ്റെ മറ്റ് നടപടികൾ ആരംഭിക്കുകയാണ്. പന്തലിൻ്റെ പുറത്ത് അവിടെ ഇവിടെയായിട്ടൊക്കെ പലരും നിൽക്കുന്നതായിട്ട് കാണുന്നു. വളരെ നേരം അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല, യോഗത്തിൻ്റെ ഭംഗിക്കും അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ പന്തലിനകത്തേക്ക് കയറിയിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പുറത്ത് പലയിടങ്ങളിലായി നിൽക്കുന്നവർ പന്തലിനകത്തേക്ക് കയറിയിരിക്കണം എന്നൊരു പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. നമ്മളുടെ ഗായകസംഘം വളരെ നാളുകളായി പഠിച്ച നല്ല പാട്ടുകൾ ഈ ദിവസങ്ങൾ ഇവിടെ പാടുകയുണ്ടായി. ഈ പാട്ടുകളെല്ലാം പാട്ടുപുസ്തകത്തിലുണ്ട്. ഇത് പഠിക്കുവാൻ നല്ല കാസറ്റും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ നാളത്തെ അവരുടെ അധ്വാനവും പ്രയത്നവുമാണ്. ഞാനിന്ന് മനസ്സിലാക്കുന്നത് പാട്ടുപുസ്തകങ്ങൾ ഇനിയും വളരെയധികം പേർ വാങ്ങിക്കുവാനുണ്ട് എന്നുള്ളതാണ്. കാസറ്റുകൾ വാങ്ങിക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇന്നൊരു ദിവസം കൂടെ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് തന്നെ എല്ലാവരും പാട്ടുപുസ്തകം വാങ്ങിക്കണം. നിങ്ങളുടെ വീടുകളിൽ ഞാൻ പറഞ്ഞ കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ പാട്ടുപുസ്തകം ഉപയോഗിക്കാവുന്നത് അത്രേ. അതുകൊണ്ട് ഈ പാട്ടുപുസ്തകം വാങ്ങിക്കൊണ്ട് പോവുക. ഒരു ഭവനത്തിൽ തന്നെ 50 രൂപ കൊടുത്താൽ 3, 4, 5 പാട്ടുപുസ്തകം കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് പോയാൽ കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിൽ പാട്ട് പാടുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ പാട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാട്ടുപുസ്തകം മാത്രം വാങ്ങിച്ച് തൃപ്തി അടഞ്ഞാൽ നമ്മളിങ്ങനെ പാട്ടുപുസ്തകമൊക്കെ അച്ചടിക്കുന്നത് ഒന്നുകൂടി ഇവിടെ കിടക്കും. എല്ലാവർക്കും വേണ്ടിയാണ് പാട്ടുപുസ്തകം നമ്മൾ തയ്യാറാക്കുന്നത്. ലഭിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് കോപ്പികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൺവെൻഷന് കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് തന്നെ ഇനിയും പാട്ടുകൾ പാടുന്ന അവസരത്തിൽ, സ്തോത്രാഴ്ചയുടെ പാട്ടാണെങ്കിലും പാട്ടുകൾ പാടുന്ന അവസരത്തിൽ നിങ്ങൾ പാട്ടുപുസ്തകം വാങ്ങണം, കാസറ്റും വാങ്ങണം. നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഒരു കാസറ്റും ഒരു പാട്ടുപുസ്തകം കൂടെയൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അവർ പാട്ട് പാടട്ടെ, പഠിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ആദ്യത്തെ സംരംഭമാണല്ലോ നമുക്കിപ്പോൾ ഈ ക്രമീകരണങ്ങളിലൊക്കെ. അതുകൊണ്ട് പാട്ടുപുസ്തകവും കാസറ്റും ഒക്കെ വളരെ അധികം വന്നുവെന്ന് പറയുവാൻ ഇടയാകാത്ത വിധത്തിൽ നിങ്ങളെല്ലാവരും തന്നെ പാട്ടുപുസ്തകം വാങ്ങിക്കാത്തവർ പാട്ടുപുസ്തകം വാങ്ങിക്കണം. എന്നാൽ മറ്റാർക്കെങ്കിലും ഒന്ന് കൊടുക്കുവാൻ ഇപ്പോൾ താല്പര്യം തോന്നുന്നുവെങ്കിൽ ഒരു കാസറ്റും ഒരു പാട്ടുപുസ്തകം കൂടെ വാങ്ങിച്ചു കൊണ്ടുപോകണം എന്നുള്ള പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പുറത്ത് നിൽക്കുന്നവർ വീണ്ടും അകത്ത് കയറിയിരിക്കണമെന്നുള്ളത് പ്രത്യേകമായി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കും. മാത്യു എം തോമസ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ കൺവെൻഷൻ്റെ സമാപന യോഗമായിട്ട് അടിയങ്ങളെ കൂട്ടിവരുത്തിയ അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇന്നുവരെയും നടത്തപ്പെടുവാൻ തക്കവണ്ണം, അനുഗ്രഹീതമായിട്ട് നടത്തപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ കൃപ വ്യാപരിച്ചതിനായി, ഞങ്ങളെല്ലാവരെയും ശക്തീകരിച്ചതിനായി, നിൻ്റെ വചനം ഉദ്ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിക്കായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനത്തെയും ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഈ ഭദ്രാസനത്തിൽ ഉൾപ്പെട്ടതായ ഇടവകളെയും അവിടെയുള്ള വിശ്വാസ സമൂഹത്തെയും ശുശ്രൂഷ ചെയ്യുന്ന പട്ടക്കാരെയും സുവിശേഷകരെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ വ്യാപരിച്ച കൃപകൾക്കായി വീണ്ടും നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ സമാപന യോഗത്തിലൂടെ നിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ, ഞങ്ങൾ പുതിയ ദർശനത്തോടുകൂടെ ഞങ്ങളുടെ ഇടവകളിലേക്ക് മടങ്ങിപ്പോകുവാനും അവിടെ നിന്നെ മഹത്വപ്പെടുത്തുവാനും ദേശത്ത് പാർത്ത വിശ്വസ്തയെ ആചരിച്ച സാക്ഷ്യം കൊള്ളുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
കരുണയോടെ കേൾക്കണമേ. ആമേൻ. അഭിവന്ദ്യ തിരുമേനി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിൻ്റെ നല്ല നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ. 2015 ഭദ്രാസന കൺവെൻഷൻ്റെ സമാപന ദിനത്തിലേക്ക് നമ്മെ അനുഗ്രഹത്തോടെ കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. ഈ കടിശി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ഭദ്രാസന എപ്പിസ്കോപ്പ തിരുമേനിയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളായി ഈ കോളേജിൻ്റെ ഒരു മുറിയിൽ താമസിച്ച് ഈ കൺവെൻഷൻ്റെ നടത്തിപ്പിന് പൂർണ്ണമായ നേതൃത്വം നൽകുന്ന അഭിവന്ദ്യ തിരുമേനി, കഴിഞ്ഞ 10-11 മാസങ്ങളായി നടന്ന കൺവെൻഷൻ്റെ ആലോചന ക്രമീകരണ അനുഭവങ്ങളിൽ തിരുമേനിയുടെ ശ്രദ്ധയും നിരീക്ഷണവും സാഹസികമായ തീരുമാനങ്ങളും അനന്യസാധാരണമായിരുന്നു. തിരുമേനിയുടെ സാന്നിധ്യവും സാമീപ്യവും നമ്മെ ഏറെ ഉത്സാഹഭരിതരാക്കുന്നു. ഈ സമാപന സമ്മേളനത്തിലേക്ക് അഭിവന്ദ്യ തിരുമേനിയെ ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വികാരി ജനറൽ ഗുരുരവരൻ എബ്രഹാം ശാമുലച്ചനെ ഏറ്റവും ഹൃദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് മുഖ്യ സന്ദേശം നൽകുന്നത് സുവിശേഷ പ്രസംഗ സംഘം മുൻ ജനറൽ സെക്രട്ടറി റവറൻ എബ്രഹാം ബി ഉമ്മനച്ചൻ ആകുന്നു. അനുഗ്രഹീത സംഘാടകനും പ്രഭാഷകനുമായ അച്ഛൻ്റെ ശുശ്രൂഷകാലം സുവിശേഷ പ്രസംഗ സംഘത്തെ സംബന്ധിച്ച് മിഷൻ പ്രവർത്തനങ്ങളുടെ സുവർണ നാളുകൾ ആയിരുന്നു. അച്ഛൻ വാളക്കുഴി സ്വദേശിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട എബ്രഹാം ബി ഉമ്മനച്ചനെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ്റെ കടശി യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ യുവജന സഖ്യത്തിലൂടെ വളർന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ ഇപ്പോൾ മാർത്തോമ സഭയുടെ ട്രസ്റ്റിയായിരിക്കുന്ന സഭാ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. DGP ആൻഡ് ഫോമർ വൈസ് പ്രസിഡന്റ് ഓഫ് ദ ആയൂർ കോളേജ്, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന ഡോക്ടർ PJ അലക്സാണ്ടർ സാർ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നു. ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ പ്രിയപ്പെട്ട സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ നിന്നുള്ള വൈസ് ചാൻസലറാണ് ഡോക്ടർ കുഞ്ചറിയ P. ഐസക് സാർ, വൈസ് ചാൻസലർ ഓഫ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ഓഫ് കേരള. വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ചറിയ P. ഐസക് സാറിനെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന ജോസ് P. വൈക്കൽ ഈ നാളുകളിൽ ഭദ്രാസനത്തിന് അനുഗ്രഹകരമായ നേതൃത്വം നൽകുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന ആയൂർ ഷാർലി മാർത്തോമ ഇടവക വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട K. എബ്രഹാച്ചൻ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ സമാപന യോഗത്തിൽ സ്തോത്രകാഴ്ച ഉണ്ടായിരിക്കും, പ്രാർത്ഥന, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം മാത്രമേ എഴുന്നേൽക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ അച്ചടക്കവും ആകുന്നു. ഇത് അഭംഗുരം തുടരേണ്ടതായിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹകരമായ സഹകരണത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ സ്റ്റോളുകൾ സന്ദർശിച്ചിട്ടില്ലാത്തവർ സ്റ്റോളുകൾ സന്ദർശിച്ചതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. അഭിവന്ദ്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ കൺവെൻഷൻ്റെ പാഠപുസ്തകങ്ങൾ കൂടുതൽ കോപ്പികൾ വാങ്ങി നിങ്ങൾ കൊണ്ടുപോകണം. പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ അത് പ്രയോജനപ്പെടും. അതുപോലെ CD-യും എല്ലാ വീട്ടിലും ഒരു CD ലഭിക്കത്തക്ക രീതിയിൽ ഇന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയി അത് നൽകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സൺഡേ സ്കൂൾ പാഠപുസ്തകവും ടീച്ചേഴ്സ് ഗൈഡും CD-യും സൺഡേ സ്കൂളിൻ്റെ സ്റ്റോളിൽ ലഭ്യമാണ്.
ഈ സ്വാഗതത്തോടൊപ്പം ഞാൻ കൃതജ്ഞത കൂടെ പറയുകയാണ്. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഭദ്രാസന കൺവെൻഷന് തിരശ്ശീല വീഴുകയാണ്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷന് ശേഷം ഉയർന്ന ആദ്യ ചോദ്യമായിരുന്നു, ഇനിയും എവിടെ? അഭിനന്ദ തിരുമേനിയുടെ ധീരമായ നേതൃത്വം, ഭദ്രാസന കൗൺസിലിൻ്റെയും സഭാമക്കളുടെയും പൂർണ്ണമായ പിന്തുണയും ആലോചനയും കൂട്ടായ പ്രവർത്തനവും ഏക മനസ്സോടെയുള്ള ശുശ്രൂഷയും ഒത്തൊരുമിച്ചപ്പോൾ ആയൂർ ഈ ചരിത്ര മുഹൂർത്തത്തിന് വേദിയായി തീർന്നു. നന്ദി അറിയിക്കുവാൻ അനേകം പേരുകളുണ്ട്. അതുകൊണ്ട് അല്പസമയം അതിനായി ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ വിശാല മനസ്സോടെ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇതുവരെയുള്ള യോഗങ്ങളിൽ നേതൃത്വം നൽകിയ അഭിനന്ദ തിരുമേനിമാർ, സന്ദേശം നൽകിയ അച്ഛന്മാർ, മറ്റ് പ്രിയപ്പെട്ടവർ എന്നിവരോട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പ്രചോദനം നമ്മുടെ ഭദ്രാസന എപ്പിസ്കോപ്പ അഭിനന്ദ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനിയായിരുന്നു. തിരുമേനിയുടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, തികവുറ്റ ആലോചനകൾ, തീരുമാനങ്ങളും ഈ കൺവെൻഷനെ കുറ്റമറ്റതാക്കി മാറ്റി. പുതിയ വേദിയിലെ ആദ്യ കൺവെൻഷൻ എന്ന നിലയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ അമരക്കാരൻ്റെ ധൈര്യം അണികളിലേക്ക് പകർന്നപ്പോൾ ദേശം മുഴുവൻ ആവേശത്തിലായി. ഈ ഭദ്രാസനത്തിൻ്റെ ഹൃദയംഗമായ നന്ദി അഭിനന്ദ തിരുമേനിയെ ഏറ്റവും വിനയപൂർവ്വം അറിയിക്കുന്നു. കൺവീനറായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട കെ എബ്രാച്ചൻ, കൺവെൻഷൻ്റെ നാളുകൾ അടുത്തതിൽ പിന്നെ അച്ഛൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. അച്ഛൻ്റെ പ്രവർത്തന ശൈലിയിലെ ചടുലത ബലം പകരുന്നതായിരുന്നു. അച്ഛനും കുടുംബവും ധാരാളം അധ്വാനിച്ചു. നന്ദി പറയുവാൻ വാക്കുകൾ കുറയുന്നു. ആയൂർ മാർത്തോമാ കോളേജ്, ഒരു കോളേജ് ഗ്രൗണ്ടിൽ കൺവെൻഷൻ ക്രമീകരിക്കുമ്പോൾ കോളേജിൻ്റെ പരിമിതികളെക്കുറിച്ചും കൺവെൻഷൻ്റെ വിശാലതകളെക്കുറിച്ചും വളരെ ആശങ്കയുണ്ടായിരുന്നു. ഈ വിഷയം കോളേജിൻ്റെ ഗവേണിംഗ് ബോർഡിൽ അഭിനന്ദ തിരുമേനി അവതരിപ്പിച്ചപ്പോൾ കോളേജിൻ്റെ ഗവേണിംഗ് ബോർഡ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ വി കുര്യൻ സാർ, സെക്രട്ടറി പ്രൊഫസർ ജി ജേക്കബ് സാർ, ട്രഷറർ ശ്രീ ജോസ് സാമുൽ സാർ, മറ്റംഗങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, അഭിനന്ദ തിരുമേനി ഇവിടെ വെച്ച് നടത്തിയാൽ മതി. അവർ അന്ന് മുതൽ വളരെ വളരെ അധ്വാനിച്ചു. ഇവിടുത്തെ ഓരോ സൗകര്യങ്ങളും അറ്റ് യുവർ ഡിസ്പോസൽ നമുക്ക് വിട്ടുതന്നു. കോളേജിലെ അധ്യാപകരും ജീവനക്കാരും അവരോടൊപ്പം നിന്ന് പ്രിയപ്പെട്ട കെ വി കുര്യൻ സാറും ജേക്കബ് സാറും ജോസ് സാമുൽ സാറും, പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി മാത്യു സാറും ഡോക്ടർ ജുബി സാറും ഓടി നടന്ന് പ്രവർത്തിച്ചപ്പോൾ ഏതൊരു കൺവെൻഷൻ സെൻറ്ററിനേക്കാളും ഈ വെന്യൂ നമുക്ക് അനുഗ്രഹപൂർണ്ണമായി തീർന്നു. കോളേജ് ജീവനക്കാർ വളരെ അധ്വാനിച്ചു. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആയൂർ മാർത്തോമാ കോളേജിൻ്റെ ചുമതലക്കാർ, ഗവേണിംഗ് ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും അറിയിക്കുന്നു. ഈ ഭദ്രാസനത്തിലെ പട്ടക്കാർ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങളുടെ ആലോചനകളും സാന്നിധ്യവും നേതൃത്വവും ഈ കൺവെൻഷനെ ജീവസുറ്റതാക്കി തീർത്തു. അച്ഛന്മാരോടൊപ്പം കൊച്ചമ്മമാരും എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുകയും ആവശ്യമായിട്ടുള്ള സഹകരണം, പ്രത്യേകിച്ച് ഇന്ന് നടന്ന യോഗത്തിൽ ആവശ്യമായ അഷറിംഗ് ഒക്കെ നിർവഹിച്ചത് പ്രിയപ്പെട്ട കൊച്ചന്മാരോട് ചേർന്നായിരുന്നു. നിങ്ങൾ ഈ കൺവെൻഷനെ സജീവമാക്കി തീർത്തു. ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട സുവിശേഷകർ, ഈ നാളുകളിൽ ഇവിടെ താമസിച്ച് ആവശ്യമായ എല്ലാ നേതൃത്വവും അവർ ചെയ്തു. അവർ പിന്നണിയിൽ നിന്ന് ഒത്തിരി അധ്വാനിച്ചു. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റാളുകളുടെയും CD, പാഠപുസ്തകം എന്നിവയുടെ ചുമതല വഹിച്ചവർ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുടെ സമർപ്പണവും നേതൃത്വവും ഏറെ പ്രശംസനീയമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളുടെ യോഗങ്ങൾക്ക് നേതൃത്വം നൽകിയ CSSM, സൺഡേ സ്കൂൾ, സ്റ്റുഡൻസ് മിനിസ്ട്രി എന്നിവയുടെ പ്രവർത്തകരോടുള്ള നന്ദി അറിയിക്കുകയാണ്. 104 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന 9 കമ്മിറ്റികൾ കൺവെൻഷൻ്റെ അനുഗ്രഹപൂർണമായ നടത്തിപ്പിനായി അത്യധ്വാനം ചെയ്തു. സമയപരിമിതി എല്ലാ പേരുകളും പറയുവാൻ എന്നെ അനുവദിക്കുന്നില്ല. എന്നാൽ നേതൃത്വം കൊടുത്തവരുടെ പേരുകൾ പറയാൻ പരാമർശിക്കപ്പെടാതെ പോയാൽ അത് നന്ദികേടാണ് എന്നറിയാം. അതുകൊണ്ട് വളരെ വേഗം ആ പേരുകൾ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. അറേഞ്ച്മെൻറ്റ് കമ്മിറ്റി, റവറൻ ജോൺസൺ വർഗീസ് അച്ഛൻ മൽപ്പേർ, റവറൻ അജയ് ടി ഉമ്മൻ, റവറൻ രാജീവ് ഡാനിയൽ, റവറൻ KM മാത്യു, അവരോടൊപ്പം കൺവീനറായിട്ട് പ്രവർത്തിച്ച ശ്രീ MK ഷാജി കൊടിഞ്ഞിൽ. എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരെ ചൊവ്വേ ആഹാരം പോലും കഴിച്ചിട്ടില്ല. എപ്പോൾ വിളിച്ചാലും പറയും, അച്ഛൻ ഞാൻ കൺവെൻഷൻ ഗ്രൗണ്ടിലാണ്. അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ശ്രീ G ഫിലിപ്പോസ് ആയൂർ. ഈ പ്രിയപ്പെട്ടവർ വളരെ വളരെ അധ്വാനിച്ചു. അവരോടൊപ്പം ആ കമ്മിറ്റി മുഴുവൻ ഒന്നടങ്കം
എല്ലാ പേരും പറയാനുള്ള പ്രയാസം കൊണ്ടാകുന്നുവല്ലോ ഞാൻ ഈ കുറച്ച് പേരുടെ പേര് മാത്രം പറഞ്ഞു, ചുമതലക്കാരുടെ പേര് മാത്രം പറഞ്ഞു പോകുന്നത്. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രിയപ്പെട്ട MK ഷാജി തന്നെയാണ് നമുക്ക് കുടിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം സ്പോൺസർ ചെയ്തത്. വോളണ്ടിയർ ആൻഡ് വിജിലൻസ് കമ്മിറ്റി റവറൻ ഡേവിഡ് വി ടൈറ്റസ് അച്ഛൻ, റവറൻ ബിജു ടി, റവറൻ മാത്യു സി എബ്രഹാം. കൺവീനർ എന്ന നിലയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത ശ്രീ സാനു ജോർജ് വളരെ അധ്വാനിച്ചു. മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി. ഗായക സംഘം ഈ കൺവെൻഷൻ്റെ അനുഭവങ്ങളെ സംഗീതാത്മകമാക്കി തീർത്ത ഒരു ടീം. റവറൻ തോമസ് മാത്യു നാരങ്ങാനം, റവറൻ TK വിജി, റവറൻ ഷെറിൻ ഉമ്മൻ ജോൺ. കൺവീനറായിട്ട് വളരെ അധ്വാനിച്ച ശ്രീ T ജയമണി. ഗായക സംഘാംഗങ്ങൾ, വാദ്യോപകരണങ്ങൾ വായിച്ചവർ, നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. കാറ്ററിംഗ് കമ്മിറ്റി റവറൻ ജാക്സൺ ജോസഫ്, റവറൻ ജോർവിൻ ജോസഫ്. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോടൊപ്പം കൺവീനർ എന്ന നിലയിൽ കുടുംബമായി സംഘമായി വളരെ അധ്വാനിക്കുകയും അതിഥികൾക്കും വോളണ്ടിയേഴ്സിനും ഗായക സംഘത്തിനും രുചികരമായ ഭക്ഷണം നൽകുകയും അതിനുള്ള വിഭവ സമാഹരണം നടത്തുകയും പ്രത്യേകാൽ ഇന്ന് എല്ലാവർക്കും നൽകിയ പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ജോൺസൺ എബ്രഹാം മത്തായിമുക്ക്. ഈ പ്രിയപ്പെട്ട ജോൺസണോടും അച്ഛന്മാരോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഹൃദ്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. പ്രയർ ആൻഡ് പ്രിപ്പറേഷൻ കമ്മിറ്റി റവറൻ തോമസ് മാത്യു വിലങ്ങറ, റവറൻ PM കുരിയേശു. കൺവീനറും ഭദ്രാസന സന്നദ്ധ സുവിശേഷ സംഘം സെക്രട്ടറിയായ ശ്രീ L ബേബി, ഭദ്രാസന സേവികാ സംഘം സെക്രട്ടറി ശ്രീമതി ലിലിക്കുട്ടി മത്തായി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ സന്നദ്ധ സുവിശേഷ സംഘം സെൻറ്റർ സെക്രട്ടറിമാർ വളരെ അധ്വാനിച്ചു. അതാത് ഇടവുകളിൽ കൃത്യമായി അവർ ഡെപ്യൂട്ടേഷൻ ക്രമീകരിച്ചു, യോഗങ്ങൾ ക്രമീകരിച്ചു. ഇത്രയും പേരെ കൂട്ടിവരുത്തുവാൻ പിന്നിൽ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പബ്ലിസിറ്റി കമ്മിറ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, റവറൻ മോൺസി വർഗീസ്, അതോടൊപ്പം കൺവീനറായി കൺവെൻഷന് നല്ല മീഡിയ കവറേജ് ക്രമീകരിച്ച ശ്രീ ജോർജ് P കുര്യൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അവരുടെ അധ്വാനത്തിൽ ഇന്ന് ഒരു സപ്ലിമെൻറ്റും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഫിനാൻസ് കമ്മിറ്റി കൺവീനറും ഡയസിഷൻ ട്രസ്റ്റാറുമായ ശ്രീ ജോസ് P വൈക്കൽ, അദ്ദേഹത്തോടൊപ്പം ഒരു ടീം വളരെ അധ്വാനിച്ച് ഇതിൻ്റെ സാമ്പത്തിക ക്രമീകരണങ്ങളിലൊക്കെയും ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. റിസപ്ഷൻ കമ്മിറ്റി റവറൻ ഒറിജി സക്കറിയ, റവറൻ KM ഫിലിപ്പ്. പ്രിയപ്പെട്ട അച്ഛന്മാരോടൊപ്പം കൺവീനറായി ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ച ശ്രീമതി സാലി ജോൺസൺ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, വന്ന അതിഥികളെ സ്വീകരിച്ച് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി നമ്മുടെ കൺവെൻഷനിൽ ആദ്യമായിട്ടാണ് അപ്രകാരം ഒരു കമ്മിറ്റി രൂപപ്പെട്ടത്. റവറൻ മാത്യു തോമസ് അച്ഛൻ, റവറൻ തോമസ് മാത്യു പട്ടത്താനം. ഈ പ്രിയപ്പെട്ട അച്ഛന്മാരോടൊപ്പം കൺവീനറായിട്ട് പ്രവർത്തിച്ച ജോസ് തോമസ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ. സന്ധ്യായോഗം കഴിയുമ്പോൾ എല്ലാവർക്കും അവരുടെ വീട്ടിൽ പോകത്തക്ക രീതിയിൽ, എല്ലാവർക്കും എന്ന് പറയുമ്പോൾ വാഹന ക്രമീകരണങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിലേക്ക് പോകത്തക്ക രീതിയിൽ വാഹനങ്ങൾ ക്രമീകരിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൺവെൻഷൻ്റെ പാഠപുസ്തകങ്ങളുടെയും CD-യുടെയും വിൽപ്പന നിയന്ത്രിച്ച അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെയും ചെയ്ത ശ്രീ ജോൺസൺ M ഡാനിയൽ സാർ, അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും നന്നായി അറിയിക്കുന്നു. പ്രിൻറ്റിംഗ് നിർവഹിച്ച ശ്രീ വില്യംസ് ഓപ്സറ്റിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൺവെൻഷൻ്റെ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മീഡിയ സുഹൃത്തുക്കൾ, അതോടൊപ്പം KSRTC പ്രൈവറ്റ് ബസ് ക്രമീകരിച്ച ഉദ്യോഗസ്ഥർ സുഹൃത്തുക്കൾ, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരിച്ച ഇലക്ട്ര മിസ്റ്റർ ശശിധരൻ ആൻഡ് ടീം, ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പോലീസ് ആൻഡ് പഞ്ചായത്ത് അധികൃതർ, ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ പ്രോഗ്രാമുകളൊക്കെയും വെബ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു. അതിനായിട്ട് നമ്മെ സഹായിച്ച V² TV, ഗ്ലോറിയ ന്യൂസ് ചുമതലക്കാർ, പ്രത്യേകിച്ച് ഇതിനാവശ്യമായ സാമ്പത്തികം ഭാഗികമായിട്ട് ക്രമീകരിച്ച സാജൻ വേളൂർ, ഷിനു ജോർജ് മലപ്പേരൂർ, മനോജ് M മാത്യു കൈതക്കുഴി, ടെറിൻ സോമൻ വഴുതക്കാട്, വിനോദ് അലക്സാണ്ടർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആർച്ചിനും മറ്റ് പരസ്യങ്ങൾ തന്ന് സഹായിച്ച വൈദ്യ ഹോട്ടൽ കൊല്ലം, SM കളേഴ്സ് ആയൂർ, റോയൽ അഞ്ചൽ, KVT ഹാർഡ്വെയർസ് അഞ്ചൽ, പണ്ടകശാല റബ്ബേഴ്സ് എന്നിവരോടും സപ്ലിമെൻറ്റിനുള്ള അഡ്വർടൈസ്മെൻറ്റ് നൽകിയവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പന്തൽ ക്രമീകരിച്ച പ്രിയപ്പെട്ടവരോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൺവെൻഷൻ ആവശ്യമായിട്ടുള്ള മത്സ്യം നമുക്ക് സംഭാവനയായിട്ട് തന്ന് സഹായിച്ച ബേബി മറൈൻ കമ്പനി ഉടമ
ശ്രീ അച്ചൻകുഞ്ഞ് ആൻഡ് ഫാമിലി, അവരോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഹൃദ്യമായി അറിയിക്കുന്നു. മിസ്സിലേക്കും കമ്മിറ്റി കാറ്ററിങ്ങിനുമായി ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ തന്ന് സഹായിച്ചവർ, പാചകം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ അക്ഷീണം അധ്വാനിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഭക്ഷണ പൊതി ക്രമീകരിച്ച ഭദ്രാസന സേവികാ സംഘാംഗങ്ങൾ, പ്രവർത്തന സാന്നിധ്യം കൊണ്ട് സഹായിച്ച സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, ദേറാ സമൂഹം, വിവിധ സ്റ്റാളുകളിൽ പ്രവർത്തിച്ചവർ, കൺവെൻഷന് വന്നവർക്ക് പാർക്കുവാൻ ഭവനങ്ങൾ ക്രമീകരിച്ചവർ, ഡയസിഷൻ ഓഫീസ് സ്റ്റാളിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഷൈജു, അവരോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. തിയോളജി പഠനം പൂർത്തിയാക്കിയവർ, ഇനിയും പഠിക്കുവാനായിട്ട് പോകുന്നവർ ഒത്തിരി ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ഭക്ഷണ പൊതികൾ പാക്ക് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട സഖ്യം സുഹൃത്തുക്കൾ, ഇന്ന് രാവിലെ 4 മണി മുതൽ അവരിവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ കുറച്ച് പേർ പോകാതെ ഇവിടെ തന്നെ താമസിച്ചു. അവർ വളരെ അത്യധ്വാനം ചെയ്താണ് ഇത് ക്രമമായി എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ലഭ്യമാക്കി തീർത്തത്. പ്രിയപ്പെട്ട സഖ്യം സുഹൃത്തുക്കളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ജോസ് എബ്രഹാച്ചൻ ഈ കൺവെൻഷൻ്റെ പിന്നിലെ നിശബ്ദമായ അധ്വാനമായിരുന്നു. എനിക്ക് ഏറ്റവും തുണയായ പ്രിയപ്പെട്ട അച്ഛൻ്റെ ശുശ്രൂഷകൾക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഭദ്രാസന ട്രഷറർ ശ്രീ ജോസ് പി വൈക്കൽ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലും ലീവെടുത്ത് കൺവെൻഷൻ പ്രവർത്തനങ്ങൾക്ക് അനുഗ്രഹകരമായ നേതൃത്വം നൽകി ഭദ്രാസനത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. ഏറ്റവും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ മുൻകാല പ്രവർത്തകർ, അവർ ആലോചന കൊണ്ടും കൈത്താങ്ങൽ കൊണ്ടും ഞങ്ങൾക്ക് എപ്പോഴും തുണയായി നിൽക്കുന്നു. പ്രത്യേകിച്ച് മുൻ ട്രഷറർ ശ്രീ മാത്യു ടി, ഇവരോടുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. എങ്ങനെ അവസാനിപ്പിക്കണം എന്നറിയത്തില്ല. അനുഭവിച്ച ദൈവിക കരുതലിനും കൃപകൾക്കും എങ്ങനെ നന്ദി പറയും? ദൈവമേ നന്ദി. അഭിവന്ദ്യ തിരുമേനിയും പ്രിയപ്പെട്ട അച്ഛന്മാരെ, വിശിഷ്ട അതിഥികളെ, വിശ്വാസ സമൂഹമേ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ വാർത്താപത്രികയായ എക്ലീസിയയുടെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഭദ്രാസനത്തിലെ 13 ഇടവകകൾ, ആ ഇടവകയിലെ എല്ലാ ഭവനങ്ങളെയും വരിക്കാരായി ചേർത്ത് സമ്പൂർണ്ണ എക്ലീസിയ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ഇടവകളിലെ പ്രിയപ്പെട്ട അച്ഛന്മാരെ അഭിനന്ദിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇടവക ചുമതലക്കാരെയും അഭിനന്ദിക്കുകയാണ്. സമ്പൂർണ്ണ എക്ലീസിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇടവകളെ, ഒരു കോൺഗ്രിഗേഷൻ ഉൾപ്പെടെ ആ ഇടവകളുടെ പേര് വിളിക്കുമ്പോൾ ദയവായി മുന്നോട്ട് വന്ന് അവർക്കായി ക്രമീകരിച്ചിട്ടുള്ള അംഗീകാരത്തിൻ്റെ സർട്ടിഫിക്കറ്റ് അഭിവന്ദ്യ തിരുമേനിയിൽ നിന്ന് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതായി പെരിനാട് സെന്റ് തോമസ് ഇടവക. പെരിനാട് ഇഞ്ചവിള മാർത്തോമ ഇടവക. പെരിങ്ങാലം ബഥേൽ മാർത്തോമ ഇടവക. ദയവായി അറിയിപ്പ് ലഭിച്ചിട്ടുള്ള ഇടവകൾ, അതിൻ്റെ പ്രതിനിധികൾ ദയവായി ഈ സ്റ്റേജിൻ്റെ ഇടതുഭാഗത്തേക്ക് വന്ന് വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഷ്ടമുടി ഇമ്മാനുവേൽ മാർത്തോമ ഇടവക. അടുത്തത് ആയൂർ ശാലേ മാർത്തോമ ഇടവക.
തുടർന്ന് മലപ്പേരൂർ ഇമ്മാനുവേൽ മർത്തോമ ചർച്ച്, കൊടിഞ്ഞൽ സെന്റ് തോമസ് മർത്തോമ ഇടവക, ഇലത്തണ്ട് ബദേൽ മാർത്തോമ ഇടവക, വില്ലുചാരി ബഥേൽ മാർത്തോമ ഇടവക, തെച്ചിവിള സയോൺ മാർത്തോമ ഇടവക, വില്ലുചാരി ബഥേൽ, തെച്ചിവിള സയോൻ മാർത്തോമ ഇടവക, പൂവച്ചൽ എബനേശ്വർ മാർത്തോമ ഇടവക, വേങ്ങോട് മാർത്തോമ കോൺഗ്രിഗേഷൻ, സമ്പൂർണ്ണ എക്ലീസിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇടവകളിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരിടവകയാണ് നന്തൻകോട് ജെറുസലേം മാർത്തോമ ഇടവക. 400-ലധികം ആളുകളെ വരിക്കാരായി ചേർത്ത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സപ്പോർട്ട് എക്ലീസിയയ്ക്ക് നൽകുന്നു ഈ ഇടവക. എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടെ. മാർത്തോമ ഹൈസ്കൂൾ ചണ്ണപ്പേട്ട സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വനമേഖലയിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന സ്കൂൾ. SSLCക്ക് 99% വിജയം. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ 100% വിജയം. വിവിധ മേളകളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ്, സ്കൗട്ട് ഗൈഡ്, JRC മികച്ച പ്രവർത്തനം. കുട്ടികൾക്കായിട്ട് പ്രഭാത ഭക്ഷണ പരിപാടി, SSLC കുട്ടികൾക്കായി നൈറ്റ് ക്ലാസുകൾ, കുട്ടികൾ നടത്തുന്ന നിരവധി സാമൂഹിക കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇവ ഈ സ്കൂളിനെ മികവുറ്റതാക്കി തീർക്കുന്നു. നമ്മുടെ ഭദ്രാസനത്തിൽ ഇപ്രകാരം അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്ന ഈ സ്കൂളിനെ ഭദ്രാസനം ഇവിടെ ആദരിക്കുകയാണ്. ഭദ്രാസനത്തിൻ്റെ ഈ സ്കൂളിനോടുള്ള ആദര സൂചകമായി, അഭിനന്ദന സൂചകമായി സർട്ടിഫിക്കറ്റ് ട്രോഫി നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുവാൻ അതിൻ്റെ ലോക്കൽ കമ്മിറ്റി, പ്രിൻസിപ്പൽ, മാനേജർ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇനിയും 10-12 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡ് ആകുന്നു. ആ കുട്ടികൾ മാത്രം മുൻപോട്ട് വന്നാൽ മതിയാവും. കുട്ടികൾ വന്നിട്ടില്ല എങ്കിൽ അവരുടെ മാതാപിതാക്കൾ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സ്റ്റോളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ശ്രുതി മെറിൻ മാത്യൂസ്, ആടുവള്ളി MT കോൺഗ്രിഗേഷൻ. ഈ പേര് വിളിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇനി മുൻപോട്ട് വന്നാൽ വളരെ വേഗം ഇത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ആൽബിൻ ടോം ബേബി, അഞ്ചൽ ജെറുസലേം. രമ്യ വർഗീസ്, അഞ്ചൽ ജെറുസലേം. ആൽബിൻ ടോം ബേബി, അഞ്ചൽ ജെറുസലേം. രമ്യ വർഗീസ്, അഞ്ചൽ ജെറുസലേം. ദയ റീത്ത പ്രസാദ്, അഞ്ചൽ സെന്റ് പോൾസ്. മറിയ എലിസബത്ത് തോമസ്, അഞ്ചൽ സെന്റ് പോൾസ്.
അനീഷ് ജോസ് ചാത്തന്നൂർ ക്രിസ്തോസ്, അനീഷ് ജോസ് ചാത്തന്നൂർ ക്രിസ്തോസ്, ദയാ റീത പ്രസാദ്, മറിയ എലിസബത്ത് തോമസ്, അനീഷ് ജോസ്, ജെമി എം തോമസ്, കൈതക്കുഴി സെൻറ് തോമസ്, സന്തോഷ് ജോൺ കൈതക്കുഴി സെൻറ് തോമസ്, അജയ് പൊന്നച്ചൻ, സന്തോഷ് ജോൺ കൈതക്കുഴി സെൻറ് തോമസ്, അജയ് പൊന്നച്ചൻ കൈതക്കുഴി സെൻറ് തോമസ്, അജയ് പൊന്നച്ചൻ കൈതക്കുഴി സെൻറ് തോമസ്, ശാലിനി സാബു കൈതക്കുഴി സെൻറ് തോമസ്, ജാക്സൺ ജെയിംസ് കൈതക്കുഴി സെൻറ് തോമസ്, അബിൻ ജി ബിജു കമ്പങ്കോട് ഓൾ സെയിൻസ്, അഞ്ജു അന്ന അച്ചങ്ങുഞ്ഞ് കമ്പങ്കോട് ഓൾ സെയിൻസ്, ഫേബ പോൾ കമ്പങ്കോട് ഓൾ സെയിൻസ്, നമിത ജേക്കബ് കൊല്ലം സെൻറ് തോമസ്, മഹിമ അന്ന തോമസ് കോവില്ലൂർ ഷാലേം, ചെൽസിയ മറിയ ജോൺ മുക്കോലിക്കൽ ബഥേൽ, സഞ്ജയ് തോമസ് ജോൺ നന്ദങ്കോട് ജെറുസലേം, ഡെസിൻ എസ് ഡാനിയൽ പട്ടത്താനം സെൻറ് ജോൺസ്, മാമൻ വർഗീസ് പുതുക്കേരിൽ പട്ടത്താനം സെൻറ് ജോൺസ്, സാന്ദ്ര റേച്ചൽ സാജൻ പെരിങ്ങള്ളൂർ, അനുഗ്രഹ തോമസ് പെരിങ്ങള്ളൂർ, ഫ്ലോറ റേച്ചൽ സാജൻ പെരിങ്ങള്ളൂർ, സൂസൻ സാറ സുനിൽ തിങ്കൾക്കരിക്കം, സമ്പൂർണ്ണ എക്ലീസിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു ഇടവക കൂടെയുണ്ട്. എരുത്താവൂർ മാർത്തോമ ഇടവക. ദയവായി അച്ഛനും ഭാരവാഹികളും വന്ന് ഈ സർട്ടിഫിക്കറ്റ് തിരുമേനിയിൽ നിന്ന് സ്വീകരിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട എം വർഗീസ് അച്ഛൻ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഭാഗമാണ്. ഈ നാളുകളിൽ ഭദ്രാസനത്തിൽ വിവിധ ഇടവുകളിൽ അനുഗ്രഹകരമായ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അച്ഛൻ ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. കഴിഞ്ഞ 41 വർഷക്കാലം മർത്തോമാ സഭയിൽ ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ അനുഗ്രഹകരമായ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ട അച്ഛൻ്റെ റിട്ടയർമെൻ്റ് കാലം ഏറ്റവും സന്തോഷകരമായി തീരട്ടെ. തുടർന്നും സഭയ്ക്ക് അനുഗ്രഹകരമായ നേതൃത്വം അച്ഛനോട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തിൻ്റെ ആദരസൂചകമായ മെമൻറ്റോയും ഷോളും ഇപ്പോൾ അച്ഛന് സമ്മാനിക്കുന്നതാണ്. ഇത് ഏറ്റുവാങ്ങുവാൻ പ്രിയപ്പെട്ട അച്ഛൻ കടന്നു വരണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
കൺവെൻഷൻ ഗീതങ്ങളിൽ 10ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. ആശ്രിത വത്സലനെ എന്നുള്ള ഗാനം. കൺവെൻഷൻ ഗീതങ്ങളിൽ 10ാമത്തെ. Thank
അഭിവന്യ തിരുമേനി, ഏറ്റവും ആദരണീയരായ അച്ഛന്മാരെ, സ്നേഹമുള്ള ദൈവമക്കളെ, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന കൺവെൻഷൻ്റെ ഈ സമാപന യോഗത്തിൽ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായി, പദവിയായി ഞാൻ കരുതുന്നു. ഈ ഭദ്രാസനത്തിൽ ദീർഘവർഷം ശുശ്രൂഷ ചെയ്തിട്ടുള്ള എനിക്ക് ഇവിടെ വരുന്നത്, നിങ്ങളോടൊത്ത് കൂട്ടായ്മ അനുഭവിക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ്. എനിക്ക് ഈ അവസരം ഒരുക്കിത്തന്ന അഭിവന്യ തിരുമേനിയോടും കൺവെൻഷൻ്റെ ചുമതലക്കാരോടും എനിക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹകരമായ രീതിയിൽ ഈ കൺവെൻഷൻ ക്രമീകരിച്ച അഭിവന്യ തിരുമേനിയെയും കൺവെൻഷൻ്റെ സംഘാടകരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സംഖ്യാ പുസ്തകം 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ ഈ ഉച്ചസമയത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ ദാസന്മാരുടെ നീ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതുകൊണ്ട്, സംസാരിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ പകൽക്കാലവും നീ ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹായുടെ പുണ്യനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഒരു രാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കാം എങ്കിൽ, ഇസ്രായേലിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് മോശ. വേദപുസ്തകത്തിൽ ചുരുക്കം ചില ആളുകളെ മാത്രമേ പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുള്ളൂ. അതിൽ ഒരുവനാണ് മോശ. മോശയെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറയുന്നു, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. യഹൂദന്മാർ വളരെയധികം ആദരവോടെ വീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ് മോശ. ഇന്നും യഹൂദന്മാരുടെ ആരാധനാ സ്ഥലങ്ങളിൽ, പ്രധാന സ്ഥലങ്ങളിൽ 2 കസേരകൾ അവർ ഒഴിച്ചിട്ടിരിക്കും. ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും. മോശയും ഏലിയാവും അവരുടെ ആരാധനകളിൽ സന്നിഹിതരാകുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ മോശയെക്കുറിച്ച് മനോഹരങ്ങളായ പല പ്രസ്താവനകൾ തിരുവചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്നത്രേ. ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ, അതായിരുന്നു മോശ. ദൈവത്തെ അറിഞ്ഞ മനുഷ്യൻ, അതായിരുന്നു മോശ. മോശയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അപ്പത്തിൻ്റെ ശുശ്രൂഷയും വചനത്തിൻ്റെ ശുശ്രൂഷയും ഒരുപോലെ നിർവഹിച്ചതായ വ്യക്തി, തൻ്റെ ജനത്തിന് അപ്പവും ഇറച്ചിയും വെള്ളവും എല്ലാം കൊടുത്ത മനുഷ്യൻ, അതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്നും വചനം വാങ്ങി തൻ്റെ ജനത്തിന് കൊടുത്ത മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ ശുശ്രൂഷയും വചനത്തിൻ്റെ ശുശ്രൂഷയും ഒരുപോലെ നിർവഹിച്ചതായ വ്യക്തിയായിരുന്നു മോശ എന്ന് കാണാനായിട്ട് സാധിക്കും. മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശ ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിച്ചു, അതുപോലെ തന്നെ ദൈവത്തിനു വേണ്ടി ജനത്തോട് സംസാരിച്ചു. അങ്ങനെ ബഹുമുഖമായ ശുശ്രൂഷ നിർവഹിച്ച ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു മോശ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മോശയെക്കുറിച്ച് വളരെയധികം ശ്രദ്ധേയമായ പല പ്രസ്താവനകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറുരൂപമലയിൽ പ്രിയപ്പെട്ട ദൈവം യേശു കർത്താവിനെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, തൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ തൻ്റെ സന്ദേശവാഹകരായി അയച്ചത് മോശയെയും ഏലിയാവിനെയുമായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം നാം പഠിക്കുന്നതായുള്ള സമയത്ത് സ്തേഫാനോസ് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ മോശയെക്കുറിച്ച് ശ്രദ്ധേയമായ പല പ്രസ്താവനകൾ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 22-ാമത്തെ വാക്യം, മോശ
മിസ്രയമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. വേദപുസ്തകത്തിൽ യേശു കർത്താവിനെ കുറിച്ച് മാത്രമാണ് ഇത്തരത്തിലുള്ളതായ ഒരു പ്രസ്താവനയുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം നാം പഠിക്കുമ്പോൾ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള നസ്രയനായ യേശു എന്നാണ്. അപ്പോൾ യേശു കർത്താവിനെ കുറിച്ചും മോശയെക്കുറിച്ചും ഒരേ ശൈലി തന്നെ ഉപയോഗിക്കുന്നു. ഈ സ്തെഫാനോസ് ഈ മോശയെക്കുറിച്ച് പറയുമ്പോൾ 35 വാക്യത്തിൽ പറയുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവിതുമാക്കിയ ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ആ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. ദൈവത്താൽ അധികാരിയായി വീണ്ടെടുപ്പുകാരനായി നിയമിക്കപ്പെട്ട വ്യക്തി അതായിരുന്നു മോശ. ഈ മോശയുടെ ജീവിതം വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ കണക്ക് കൂട്ടൽ അനുസരിച്ച് നോക്കുമ്പോൾ മോശയുടെ ജീവിതം വിജയമായിരുന്നു എന്ന് നമുക്ക് സാക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായി പറയുന്നു, എന്റെ ദാസനായ മോശയോ അവൻ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോശയുടെ മരണത്തെക്കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ആവർത്തന പുസ്തകം 34 അധ്യായത്തിൻ്റെ 5 വാക്യം. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോബാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോബാബ് ദേശത്ത് ബത്പേരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. മോശയെക്കുറിച്ച് പറയുക, യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു. അവനെ അടക്കി. അതായത് ദൈവം മുഖ്യ കാർമ്മികനായിരുന്നു കൊണ്ടാണ് മോശയുടെ ശവസംസ്കാരം നടത്തിയത്. ഇന്നും നാം കുർബാന മധ്യേ പ്രാർത്ഥിച്ചു, സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന്. അതേ, സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് യോഗ്യനായി തീർന്ന വ്യക്തി മോശയെക്കുറിച്ച് പറയുക, യഹോവയുടെ ദാസനായ മോശ ദൈവത്തിൻ്റെ വചനപ്രകാരം മരിച്ചു. എത്ര ഭാഗ്യകരമായ അനുഭവം, എത്ര ധന്യമായ അനുഭവം. അസ്വസ്ഥമായ മനസ്സുമായി, സംഘർഷപൂരിതമായ മനസ്സുമായിരിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൈവം മോശയെ വിളിച്ച് ദൗത്യം ഫലമേൽപ്പിച്ചു. സാധാരണക്കാരനായ മോശയെ തൻ്റെ ജനത്തെ വിടുവിക്കുക എന്ന വലിയ ദൗത്യം ദൈവം ഏൽപ്പിച്ചു. ഈ ദൗത്യ നിർവഹണത്തിൽ മോശയ്ക്ക് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ശക്തനായ ക്രൂരനായ ഒരു ഭരണാധികാരിയോട് ഏറ്റുമുട്ടണം. അതിനേക്കാൾ കുഴപ്പം പിടിച്ചതാണ് 6 ലക്ഷം വരുന്ന ജനത്തെ നയിക്കുക എന്ന ജോലി. അങ്ങനെ അതൊക്കെ അവൻ നിർവഹിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു എന്ന പോലെ അവൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ദൈവം മോശയെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഈ സംഖ്യാപുസ്തകം 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. അവരുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നമാണ്. മിരിയാം, അവൾക്ക് മോശയുടെ ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല. അവൾ വീട്ടിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവൾ ചോദിക്കുന്നു, ദൈവം മോശയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, അഹരോനോട് സംസാരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു കൊച്ചു വാക്യം ചേർത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചു, യഹോവ അത് കേട്ടു. ആ സമയത്ത് എന്താണ് ചെയ്തത്? ദൈവം മോശയെയും അഹരോനെയും മിരിയാമിനെയും സമാഗമന കൂടാരത്തിലേക്ക് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, സഹോദരനുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഇന്ന് പലപ്പോഴും സഹോദരനുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും നാം പോകുന്നു എങ്കിൽ ഇവിടെ ആ കുടുംബത്തിലെ പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. അവിടെ മോശയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ദൈവമാണ്. ഏതായാലും ആവശ്യമില്ലാതെ കുടുംബത്തിൽ പ്രശ്നം സൃഷ്ടിച്ച മിരിയാമിനെ ദൈവം ശിക്ഷിച്ചു. അവൾ കുഷ്ഠരോഗിണിയായി മാറി. പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാതെ കുടുംബത്തിലും പ്രാർത്ഥനാ കൂട്ടത്തിലും ഇടവകയിലും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയും
ആളുകളെ തമ്മിലടിപ്പിക്കുകയും ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ അവിടെയുണ്ട്. ഈ മിരിയാം മൂലം 7 ദിവസം ആ ജനത്തിന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു സ്ത്രീ ഉണ്ടാക്കിയ കുഴപ്പം ആ സമൂഹത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് തടസ്സമായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ കുഴപ്പം എൻ്റെ ഇടവകയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിന് ഒരു തടസ്സമാവരുതേ. എൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ എൻ്റെ ഭദ്രാസനത്തിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ഒരു തടസ്സമാവരുതേ എന്ന പ്രാർത്ഥനയോടെ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് കഴിയണം. മോശയെക്കുറിച്ച് ഈ അധ്യായത്തിൽ 2-3 കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നാം വായിച്ചതായ വാക്യം തന്നെയാണ്. മോശ വിശ്വസ്തനായിരുന്നു. എൻ്റെ ദാസനായ മോശയോ അവൻ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയാൻ ഉദാഹരണമായി എടുക്കുന്നത് മോശയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു. ദൈവം തന്നെ ഫരമേൽപ്പിച്ചതായ ജോലി മോശ വിശ്വസ്തതയോടെ ചെയ്തു. ഓരോ ദിവസവും ഫറവോന്റെ അടുത്തു ചെന്നിട്ട് യഹോവയെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്നവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. തന്നെ ദൗത്യം ഫരമേൽപ്പിച്ച ദൈവത്തോടും തന്നിൽ ഫരമേൽപ്പിച്ച ജനത്തോടും അവൻ വിശ്വസ്തനായിരുന്നു. മോശയുടെ വിശ്വസ്തത വ്യക്തമായി കാണുന്ന ഒത്തിരി രംഗങ്ങളുണ്ട്. അതിലൊന്നാണ്, സീനായി മലയിലേക്ക് കയറിപ്പോയ മോശ മടങ്ങി വരുവാനായി താമസിച്ചപ്പോഴേക്കും അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ജനത്തെ നമ്മൾ കാണുകയാണ്. അതായത് പുരോഹിതനായ തൻ്റെ സഹോദരനും ജനങ്ങളും ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. പക്ഷേ അതിന് കൂട്ടുനിൽക്കുവാൻ മോശ തയ്യാറായിരുന്നില്ല. മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, പുരോഹിതന്റെ നേതൃത്വത്തിലാ പോയത്, പിന്നെ ഞാൻ എന്തു ചെയ്യാനാ? പലപ്പോഴും ഇതുപോലുള്ള ന്യായീകരണങ്ങളാണ് നാം നടത്തുന്നത്. പുരോഹിതനായ അവൻ്റെ സഹോദരനും ആളുകളും കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചപ്പോൾ ഈ അവിശ്വസ്തതയ്ക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്ന മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാളയെ തല്ലിപ്പൊട്ടിച്ചു വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്ത മോശ അതിനുശേഷം അഹരോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. ഈ ജനത്തിനുമേൽ ഇത്ര വലിയ പാപം വരുത്തുവാർ ഇവർ നിന്നോട് എന്തു ദോഷം ചെയ്തു? പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് പോകുന്നവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടാളിയായി തീർന്നാൽ പട്ടക്കാരോടും സുവിശേഷകരോടും ആത്മായ നേതാക്കാരോടും ദൈവം ഇത് ചോദിക്കും. എന്റെ ജനത്തെ പാപത്തിലേക്ക് നയിക്കുവാൻ അവർ നിന്നോട് എന്തു ദോഷം ചെയ്തു? അതിനുശേഷം മോശ അവിടെ നടന്നുകൊണ്ട് നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്താ? യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ. മോശ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാം എതിലെയെല്ലാം പോയാലും ഞാൻ യഹോവയുടെ പക്ഷത്തു തന്നെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൺവെൻഷന്റെ ഈ സമാപന ദിവസം മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ ഒരു തീരുമാനത്തോടെ പോകുവാൻ നമുക്ക് കഴിയണം. ഏതനുഭവത്തിലൂടെ കടന്നു പോയാലും ഞാൻ യഹോവയുടെ പക്ഷത്തു നിൽക്കും എന്ന് പറയാൻ കഴിയുന്നതായിട്ടുള്ള ആർജവത്വം പ്രാപിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് സാധിക്കേണ്ടത്. മോശയുടെ വിശ്വസ്തതയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത രംഗം, മോഹഭംഗം വന്നിട്ടും അവൻ ദൈവത്തോട് മറുതലിച്ചില്ല. യോർദാൻ കടക്കണം, കനാൻ ദേശത്ത് പ്രവേശിക്കണം. കഴിഞ്ഞ അനേക വർഷങ്ങളായി മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്ന സ്വപ്നമാണിത്. ഒരു ദിവസം ദൈവം വിളിച്ചുകൊണ്ട് പിസ്ഗാ മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ കാണുന്നതാണ് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം. നീ അത് കണ്ടു, പക്ഷെ നീ അവിടെ പ്രവേശിക്കുകയില്ല. സാധാരണഗതിയിൽ പൊട്ടിത്തെറിക്കേണ്ടതാ. കഴിഞ്ഞ എത്രയോ വർഷമായി ഈ ജനത്തോടുകൂടെ കഷ്ടപ്പാട് സഹിച്ചുകൊണ്ട് നീങ്ങിയതാ. ആ അവകാശം എനിക്ക് വേണമെന്ന് പറയേണ്ടതാ. പക്ഷെ മോശ ചെയ്തത് എന്താ? മോശ മനോഹരമായ ഒരു പാട്ടുപാടി. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം നാം പഠിക്കുമ്പോൾ മോശയുടെ ആ പാട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 2 വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാം. 3-4 വാക്യങ്ങൾ. ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും,
നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം. അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. തൻ്റെ മോഹഭംഗമുണ്ടായപ്പോൾ, താൻ ആഗ്രഹിച്ചതുപോലെ കാര്യം നടക്കാതെ വന്നപ്പോൾ അവൻ പറയുക, ഞാൻ യഹോവയുടെ നാമം ഘോഷിക്കും. വീണ്ടും പറയുക, നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കുമ്പോൾ ഇതുപോലെ പാടാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടക്കാതെ വരുമ്പോൾ ഇതുപോലെ പാടാൻ കഴിയുന്നിടത്താണ് വിശ്വസ്തത കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെയുള്ള പലരെ നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. 42-ാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ കോരഹപുത്രന്മാരെ കുറിച്ച് വായിക്കുകയാണ്. അവരുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നു, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം സങ്കീർത്തനക്കാരൻ നിർത്തുന്നത് എങ്ങനെ? അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഞാൻ കണ്ണുനീരിൻ്റെ അനുഭവത്തിലാ. അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ ഞെരുക്കുന്ന അനുഭവമുണ്ട്. എന്നാലും അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ അവനെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാ. വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയം വെക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ദാനിയേലിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ ബാലന്മാരെ കുറിച്ച് പറയുന്നു. അവൻ്റെ കൂടെ വന്നവരെല്ലാം സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും, ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ ഈ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. എന്തു ചെയ്തു? 7 മടങ്ങ് ചൂടുകൂടിയ തീച്ചൂളയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നവരെ വിടുവിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തോട് വിശ്വസ്തരായി നിന്നാൽ 7 മടങ്ങ് ചൂടുകൂടിയ ജീവിതാനുഭവത്തിലൂടെ നാം കടന്നുപോയാലും നമ്മെ വിടുവിക്കുവാൻ സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവനോട് വിശ്വസ്തരായി മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. ഒരു നാൾ നമ്മുടെ കർത്താവ് കണക്ക് ചോദിക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കി തീർക്കുമെന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാൻ നമുക്ക് കഴിയണം. വിശ്വസ്തത എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തത മാത്രമല്ല ഞാൻ വീക്ഷിക്കുന്നത്, മനുഷ്യരോട് കാണിക്കുന്ന അവിശ്വസ്തത ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാ. ഉദാഹരണമായി പറഞ്ഞാൽ, പഴയ നിയമത്തിൽ നാം ജോസഫിനെ കുറിച്ച് പഠിക്കുന്നു. ഒരു ദിവസം പൊത്തിഫറിന്റെ ഭാര്യ ബലാത്കാരേണ ജോസഫിനെ കയറി പിടിക്കുമ്പോൾ ജോസഫ് പറയുന്ന മറുപടി നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അവൻ യഥാർത്ഥത്തിൽ അവിശ്വസ്തത കാണിക്കുന്നത് പൊത്തിഫറിനോടാണ്. പക്ഷെ അവൻ പറയുന്നത്, ഞാൻ ഈ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദ് അവിശ്വസ്തത കാണിച്ചത് ഊരിയാവിനോടാ. പക്ഷെ അവൻ ദൈവത്തോട് പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യരോട് കാണിക്കുന്ന അവിശ്വസ്തത ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാ. മോശ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. മോശയെ നോക്കിക്കൊണ്ട് ദൈവം പറയുക, എൻ്റെ ദാസനായ മോശയോ അവൻ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. രണ്ടാമത് മോശയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ട് സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്തു. മോശ യഹോവയെ കണ്ടവനാണ്, യഹോവയെ ദർശിച്ചവനാണ്. ദൈവത്തെ കാണുക അത് വളരെ ആഗ്രഹിക്കത്തക്കതാണ്. ദാവീദ് ആഗ്രഹിച്ചു. നമുക്കറിയാം 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ദാവീദിൻ്റെ വലിയ ആഗ്രഹമാണ്, യഹോവേ നിന്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചവനാണ് മോശ. മുൾപ്പടർപ്പിൽ ദൈവം മോശയോട് സംസാരിച്ചു.
സമാഗമന കൂടാരത്തിൽ ദൈവം മോശയോട് സംസാരിച്ചു. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം വളരെ ഹൃദ്യമാണ്. പുറപ്പാട് 33:11. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇംഗ്ലീഷിൽ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, I speak to him face to face. ദൈവത്തോട് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് സംസാരിച്ച മനുഷ്യനാണ് മോശ. ഇതിൽ കൂടിയ ധന്യത എന്താണ് വേണ്ടത്? മോശയ്ക്ക് ലഭിച്ച അനുഗ്രഹകരമായ അനുഭവം. മോശ ദൈവത്തെ കണ്ടു. മോശ ദൈവത്തെ കണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം, മോശ സീനായി മലയിൽ നിന്ന് കൽപ്പലക രണ്ടും വാങ്ങിക്കൊണ്ട് താഴോട്ടിറങ്ങി വരുമ്പോൾ അവനെ കണ്ടതായ അഹരോനും അവൻ്റെ കൂടെയുള്ള ജനങ്ങളും അവൻ്റെ മുഖത്തെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവൻ ദൈവത്തെ കണ്ടിട്ട് വരികയാണ്. ദൈവത്തെ കണ്ട ദൈവജനത്തിൻ്റെ മുഖത്ത് ഒരു പ്രകാശമുണ്ടാവും. ഹൃദയം നിറയുമ്പോൾ കാണേണ്ടുന്നവനെ കാണുക, അതാണ് ജീവിതത്തിൻ്റെ ധന്യത. അങ്ങനെ കണ്ട ഒരു മനുഷ്യനെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ശിമയോൻ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ. ആ വൃദ്ധൻ ലോകത്തിൻ്റെ രക്ഷകനെ കൺകുളിർക്കെ കണ്ടു. അവനെ കരങ്ങളിൽ എടുത്ത ശേഷം നിറഞ്ഞ ഹൃദയത്തോടെ പറയുന്ന ഒരു വാചകമുണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്ക. അവൻ പറയുന്നത് എന്തെന്നറിയാമോ? തൃപ്തിയായി മതി. എന്നാൽ ഇന്ന് കർത്താവിനെ കണ്ടവരാണെന്നൊക്കെ പറയുന്ന നമ്മുടെ മുഖത്ത് പലപ്പോഴും ഒരു ശോഭയില്ല, ഒരു തൃപ്തിയില്ല. മനസ്സിൽ കിടക്കുന്ന ഈ അസ്വസ്ഥതകൾ മുഖത്തിങ്ങനെ പ്രതിഫലിക്കുകയാണ്. കണ്ടാൽ തന്നെ ഒരു പ്രകാശം തോന്നണം. ഈയിടെ ഞാനൊരു ക്രിസ്തുമസ് പ്രോഗ്രാമിനെ പ്രസംഗിക്കാൻ പോയി. സ്റ്റേജിൽ കലാപരിപാടികളാണ്, ഞങ്ങളൊക്കെ താഴെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി കഥ പറയാനായിട്ട് സ്റ്റേജിൽ കയറി. അവൻ അവിടെ കയറിയപ്പോൾ ഇതെല്ലാം മറന്നുപോയി. അവൻ ആകെപ്പാടെ ഇങ്ങനെ നിന്ന് അവൻ്റെ അമ്മയൊക്കെ പ്രോത്സാഹിപ്പിച്ചു, പക്ഷേ അവൻ പറഞ്ഞില്ല. അവൻ കരഞ്ഞുകൊണ്ടിറങ്ങി അങ്ങ് പോയി. അവസാനമാണ് എൻ്റെ പ്രസംഗിക്കാൻ ഞാൻ വേദിയിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടി എന്താ കരഞ്ഞുകൊണ്ടുപോയതെന്ന്. ഞാൻ നോക്കിയപ്പം അവിടെ ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിന് വന്ന ആളുകളാണ്, പക്ഷെ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പം കടിച്ചു കീറാനിരിക്കുന്നത് പോലെ ഇരിക്കുന്ന മനുഷ്യർ. 30 വർഷമായി പ്രസംഗിക്കുന്ന ഞാൻ പോലും പേടിച്ചു പോയി അവിടെ നിന്നപ്പോൾ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയാനുണ്ടോ? കർത്താവിനെ കണ്ടുമുട്ടിയവരാണെങ്കിൽ നമ്മുടെ മുഖത്തൊരു സന്തോഷമുണ്ടാവണം, ഒരു ആനന്ദമുണ്ടാവണം, പ്രകാശം. നമ്മുടെ ചിഹ്ന തന്നെ എന്താ? ലൈറ്റ് ടു ലൈറ്റൻ. കർത്താവിനെ കണ്ട് പ്രകാശമുള്ളവരായി ഈ ദേശത്തിന് പ്രകാശം കൊടുക്കുന്ന ദൈവജനമായി ഞാനും നിങ്ങളും തീരണം. അതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ കർത്താവിനെ കാണണമെങ്കിൽ മോശയ്ക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? അതുകൂടെ 2-3 കാര്യം ഞാൻ വേഗത്തിൽ പറയാം. ഒന്ന്, ഒരു നീതിബോധമുള്ള വ്യക്തിയായിരുന്നു മോശ. ഒരിക്കൽ മിസ്രയീം ദേശത്ത് വെച്ച് ഒരു ഇസ്രായേല്യനും ഒരു മിസ്രയീമിനും തമ്മിൽ അടിയുണ്ടായപ്പോൾ മോശ ആ പ്രശ്നത്തിൽ ഇടപെട്ടു. മിസ്രയീമിനെ അടിച്ചു കൊന്നു മണ്ണിൽ കുഴിച്ചിട്ടു. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് പറയാം അത് വർഗീയതയാണ്, ജാതി സ്പിരിറ്റാണ്. അല്ല, പിറ്റേ ദിവസം മോശ അവിടെ ചെന്നപ്പോൾ 2 ഇസ്രായേൽ മക്കൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് കണ്ടു. അവൻ ആ പ്രശ്നത്തിൽ ഇടപെട്ടു. അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്യായം ചെയ്തവനോട് നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അന്യായം കാണുമ്പോൾ ചോദ്യം ചെയ്യുന്ന മനോഭാവം അതവനുണ്ടായിരുന്നു. അതവന് നഷ്ടം.